ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനായല്ലോ. ഇപ്രാവശ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും പുതിയത് തന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് എന്ത് സാധനം എടുക്കുകയാണെങ്കിലും അവളുടെ കൂടെ ഞാൻ വേണം. എനിക്കാണെങ്കിൽ നമ്മുടെ ചെറുതനെയും കൊണ്ട് ഓരോ സാധനത്തിന് വേണ്ടി ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ എവിടെ പോയി ഇതൊക്കെ മേടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആരുട്ടി തന്നെ പറയുന്നത് നമുക്ക് എജുമായിട്ട് പോകാമെന്ന്. അവൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ എങ്ങനെ അറിയാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പറയുന്നത് നമ്മുടെ കുട്ടി യൂട്യൂബർ ഉണ്ടല്ലോ, ടീക്കുട്ടി, ആ മോളുടെ ഒരു യൂട്യൂബ് വീഡിയോ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എജുമായിട്ട് പോയി സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നൊരു വീഡിയോ. അപ്പം ഞങ്ങൾക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. എല്ലാ സാധനങ്ങളും കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങോട്ട് വന്നത്. പക്ഷേ സത്യം പറയാലോ, ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഇവിടെ ഇല്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് സംശയം. എന്തായാലും അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പകുതി ആശ്വാസമായി. മോക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്നുള്ള അവസ്ഥയായിരുന്നു. ഓടി വന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നോക്കിയത് ബാഗാണ് കേട്ടോ. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി പരിപാടി അവിടെ കഴിഞ്ഞു. ആരുട്ടിക്കാണെങ്കിൽ എല്ലാ ബാഗും ഇഷ്ടപ്പെട്ടു. അതിൽ ഏതെടുത്താലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് ഓടിപ്പോരുത് ഈ ബാഗാണ് ആദ്യം എടുത്തത്. ഞാൻ ഒന്നുകൂടി ഇത് തന്നെ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് ഡൗട്ടായി. അപ്പോൾ അവൾ വേറൊരു ബാഗ് എടുത്തിട്ട് പറഞ്ഞു ഇത് മതിയെന്ന്. ആ ബാഗാണിതാ ഈ ബാഗ്. അങ്ങനെ ആ ബാഗ് ഇട്ട് കുറച്ച് നേരം തിരിച്ച് മറിച്ചും കളിച്ച് അത് അവിടെ തന്നെ വെച്ചു. അവളെ കുറ്റം പറയാനും പറ്റില്ല, കാരണം അത്രയധികം കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരേ ടൈപ്പ് ബാഗ്, അതായത് കളേഴ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഉണ്ടെങ്കിലും വലിയൊരു മാറ്റമൊന്നും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു കുറച്ചുകൂടി കളക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ മോള് കറങ്ങി തിരിഞ്ഞ് നമ്മൾ രണ്ടാമതെടുത്ത ബാഗ് തന്നെ മതി എന്ന് ഉറപ്പിച്ചു. ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് ഇവിടെ മാത്രമല്ല ഇതിൻ്റെ മുകളിലുണ്ട് ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസ് എന്ന്. അങ്ങനെ ആ ബാഗ് തൽക്കാലം അവിടെ തന്നെ വെച്ച് ചുമ്മാ ഇങ്ങനെ റൗണ്ട് അടിച്ചു. ഞങ്ങളിപ്പോൾ എജുമായിട്ട് പോയത് 2 ദിവസം മുന്നേ ആണ് കേട്ടോ. ആ സമയത്ത് അവിടെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷെ ഇതിനുള്ളിൽ കയറിയ സമയത്ത് ഇത്രയും അധികം കളക്ഷൻസ്, അത് മാത്രമല്ല എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ മാത്രമല്ല, വലിയവർക്കുള്ള ബാഗ് ആണെങ്കിലും ചെരുപ്പാണെങ്കിലും അങ്ങനത്തെ കുറേ ഐറ്റംസ്, അതുപോലെ ഫാൻസി ഐറ്റം എല്ലാം ഇവിടെ ഉണ്ട്. കോഴിക്കോട് ഉണ്ടായിട്ടും ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ ഇവിടുത്തെ റേറ്റിൻ്റെ കാര്യമാണെങ്കിലും കഴുത്തറപ്പുറം റേറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളൊരു ബാഗിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു 300 രൂപയുടെ ബാഗാണെങ്കിൽ അതും അവിടെയുണ്ട്. ഇനി അതല്ല 2500 രൂപേൻ്റെ ഒരു ബ്രാൻഡഡ് ബാഗാണ് വേണ്ടതെങ്കിൽ അതും അവിടെ ഉണ്ട്. പഠിക്കാനുള്ള സാധനങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, കളിക്കാനുള്ള ടോയ്സും വരച്ച് പഠിക്കാനുള്ള ഡ്രോയിങ് ബുക്സ് വരെ ഇവിടെയുണ്ട്. പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറേ ഡയറികളും ഉണ്ട്. മോളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഒരുപാട് ഇങ്ങനത്തെ ഡയറീസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ കുറച്ച് റേറ്റ് ഉള്ളതുപോലെ തോന്നി. അതായത് ഈ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അതല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കുന്ന ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറച്ചധികം റേറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ റേറ്റ് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒത്തില്ല. അങ്ങനെ അവിടെ തന്നെ വെച്ചതാണ്. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ അടുത്തൊന്നും അധികം നിൽക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ വേഗം വന്ന കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മോളാണെങ്കിൽ വാങ്ങാൻ വന്ന ബാഗിൻ്റെയും ലഞ്ച് ബോക്സിൻ്റെ കാര്യമൊക്കെ മറന്ന് വേറെ എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു. എനിക്ക് അവിടെ പോയപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു വാട്ടർ ബോട്ടിൽസ്. പല രൂപത്തിലും ഭാവത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വാട്ടർ ബോട്ടിൽസ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് വാട്ടർ ബോട്ടിൽസിനൊക്കെ ഏകദേശം 500-ന് മേലെ റേറ്റ് വരുന്നുണ്ട്. ചില ബോട്ടിൽസൊക്കെ 1500 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ആഡംബര കുപ്പികൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ നോർമൽ ടൈപ്പ് വാട്ടർ ബോട്ടിൽസും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇങ്ങനൊരു സെറ്റപ്പ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ വിചാരിച്ചത് പിള്ളേർക്ക് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്നാണ്. ടൈം വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ ആദ്യം ബാഗ് എടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വിട്ടു. താഴെ ഒരേപോലത്തെ ബാഗുകളിൽ നിന്ന് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനാണെങ്കിൽ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബാഗുകളിൽ നിന്ന് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അത്ര അധികം ബാഗുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബാഗ് സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളൊരു അരമണിക്കൂറോളം അവിടെ നിന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മോൾ എടുക്കുന്ന ബാഗ് എല്ലാം സൈസ് വലുതായിരിക്കും. അതിൻ്റെ ചെറിയ സൈസ് തപ്പി നോക്കിയിട്ട് അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബാഗിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. 1 ഇയർ എന്തായാലും യൂസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് കറക്റ്റ് റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാഗ് മാത്രമല്ല കേട്ടോ,
അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഇട്ട് കൊണ്ടുപോകുന്ന കിറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ ലഞ്ച് ബോക്സ് എടുക്കാത്തതുകൊണ്ട് തന്നെ സൈസ് കറക്റ്റ് അറിയാത്തതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് കിറ്റ് പോയി വാങ്ങിയത്. അങ്ങനെ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആരുട്ടി കുറച്ച് ബാഗൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേതാണ് കേട്ടോ ഇത്. പൊതുവെ യൂണിക്കോണിനെ വിട്ടൊരു കളി ആരുട്ടിക്ക് ഇല്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. കുറച്ച് നേരം ആ ബാഗ് ഇട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ പപ്പ ബാർബീൻ്റെ ഒരു ബാഗ് കാണിക്കുന്നത്. അത് അവൾക്ക് അങ്ങ് പെരുത്തിഷ്ടമായി. പക്ഷെ അതിൻ്റെ സൈസ് കുറച്ച് വലുതായിരുന്നു. ഞാൻ അത് മാറ്റി അടുത്തതെടുത്തു. അത് കഴിഞ്ഞ് അടുത്തതെടുത്തു. അങ്ങനെ ഓരോന്നായി ഇട്ട് നോക്കി ഊരി വെക്കലായിരുന്നു എൻ്റെ മോളെ പരിപാടി. ഒരു ബാഗ് വാങ്ങിയിട്ട് കുറച്ച് നേരം നടക്കുമ്പോൾ വേറൊരു ബാഗ് കാണും. അപ്പോൾ ഇട്ട ബാഗ് ഊരി വെക്കും. വീണ്ടും ആ ബാഗ് ഇട്ടതിന് ശേഷം പിന്നെയും നടക്കും. അപ്പോൾ അടുത്ത ബാഗ് കാണും. അങ്ങനെ കുറേ നേരത്തെ നടത്തത്തിന് ശേഷമാണ് ഒരു ബാഗ് ഫൈനലി ഇഷ്ടപ്പെട്ടത്. ആ എടുത്ത ബാഗ് ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതിലേത് ബാഗായിരിക്കും ആരുട്ടി എടുത്തിട്ടുണ്ടാവുക? നിങ്ങൾ ചുമ്മാ ഒന്ന് ഗസ് ചെയ്യൂ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് കേട്ടപ്പം എൻ്റെ മോൾ എല്ലാം ഒന്ന് ഫാസ്റ്റാക്കി ഒരു ബാഗ് വേഗം എടുത്ത് അടുത്ത സെക്ഷനിലോട്ട് ഓടി. താഴെ നിങ്ങൾ കുറേ വാട്ടർ ബോട്ടിൽസ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിൻ്റെ ബാക്കിയാണ് ഇവിടെ കിടക്കുന്നത്. ഡെയിലി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വാട്ടർ ബോട്ടിലാണ് നോക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒന്നും നോക്കണ്ടെന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേൾക്കാൻ എൻ്റെ മോൾ തയ്യാറായിരുന്നില്ല. അവൾക്ക് അങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിൽ തന്നെ വേണം തന്നെയായിരുന്നു. പക്ഷെ വാശിയൊന്നും കാണിച്ചില്ല. ചുമ്മാ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. അവൾ തന്നെ ഓരോ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും കാണിച്ചു തരുമായിരുന്നു. അമ്മ ഈ റേറ്റ് ഓക്കെ ആണോ, ഇത് നല്ലതാണോ എന്ന് ചോദിച്ച് അവസാനം നമ്മൾ ഒന്നിലെത്തുമായിരുന്നു. ഞാൻ സാധാരണ മോക്കുള്ള വാട്ടർ ബോട്ടിൽസ് ആണെങ്കിലും ബാഗാണെങ്കിലും എല്ലാം ഞാൻ ഓൺലൈൻ പർച്ചേസിംഗ് ആയിരുന്നു നടത്തിയിരുന്നത്. കാരണം സാധാരണ ഞാനൊരു ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇത്രയും കളക്ഷനൊന്നും ഞാൻ കാണാറില്ലായിരുന്നു. ഇത്രയും വെറൈറ്റികളായ കുപ്പികളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ബോട്ടിലും വാങ്ങി. അടുത്തത് നമ്മൾ നേരെ പോകുന്നത് ലഞ്ച് ബോക്സ് നോക്കാനായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചൊരു ടൈപ്പ് ലഞ്ച് ബോക്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ഇവിടെ മാത്രമല്ല താഴെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പോകുന്ന സമയത്ത് ഇനി നോക്കാമെന്ന്. ലഞ്ച് ബോക്സിൻ്റെ കേസിൽ നമ്മൾ വിചാരിച്ചത്ര ഒരു കളക്ഷൻ ഉണ്ടായിരുന്നില്ല. ഒട്ടും ഇല്ലയെന്നല്ല, പക്ഷെ നമ്മൾ ഈ വാട്ടർ ബോട്ടിൽസൊക്കെ കണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് കുറവുള്ളതുപോലെ തോന്നി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെറൈറ്റി കുപ്പികൾ കൂടെ കണ്ടു. ഇങ്ങനത്തെ ബോട്ടിൽസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനത്തെ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ കുറേ വെള്ളം കുടിച്ച് പോയേനെ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് കുപ്പികൾ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറേ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങി. അടുത്തതായിട്ട് ആരുട്ടിക്ക് ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷെ അവളുടെ കറക്റ്റ് സൈസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഷൂ അവിടെ വെച്ച് നമ്മൾ നേരെ പോയത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. കാരണം ഇനി അവിടേക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും പിന്നെ വാങ്ങാൻ പറ്റില്ല. കാരണം അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഷോപ്പ് അടയ്ക്കും എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള എയർ ആക്സസറീസ് ഉണ്ടായിരുന്നു. അതുപോലെ മാല, കമ്മൽ, ബ്രേസ്ലെറ്റ്, അങ്ങനെ എല്ലാം കുട്ടികൾക്ക് വേണ്ട എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയവർക്ക് വേണ്ട സാധനങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മോളെ സെക്ഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ. എനിക്ക് വേണ്ടി കാര്യമായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ എല്ലാ സാധനങ്ങളും വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. വളയും മാലയൊന്നല്ലാതെ പിന്നെ അവിടെ ഉള്ള ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. അതായത് ഈ ക്രാഫ്റ്റ് വർക്കിനൊക്കെ പറ്റിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ താഴെ നേരത്തെ കണ്ട കുറേ ഡയറീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വിപുലമായ ശേഖരം ഇവിടെ ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, അങ്ങനെ ഒരു ബോക്സിലേക്ക് വേണ്ട സകലതും ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ നമ്മുടെ ഷാംപൂ, കണ്ടീഷണർ, മോയ്സ്ചറൈസർ, സ്ക്രബ്, ഫേസ് വാഷ്, അങ്ങനെ എല്ലാം അവിടെ ഉണ്ട്. ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാം വാങ്ങിക്കഴിഞ്ഞു. ബില്ല് ചെയ്യാൻ വേണ്ടി താഴെ വരുമ്പോഴത്തേക്കും ഷട്ടർ ഏകദേശം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു വെളിച്ചം. അതിനിടയ്ക്ക് ഞങ്ങൾ ഈ എജു മാർട്ടിൻ്റെ ഓണറിനെ കണ്ടു. അദ്ദേഹമായിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു. നമ്മൾ ഏതൊരു പൊസിഷനിലിരുന്നാലും എല്ലാ സഹജീവികളോടും മാന്യമായിട്ട് പെരുമാറാൻ കഴിയാമെന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ബില്ലും അടച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ കാണണ്ടേ? ഇരട്ടി ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്തു. ഹായ്, വേഗം എന്തൊക്കെയാണ് വാങ്ങി? ആ, എങ്ങനെയാണ്? കണ്ടില്ല ഞങ്ങൾ. ഓക്കെ, ലഞ്ച് ബോക്സ്. തുറന്ന് കാണിക്ക്. വേണ്ടടാ, ഇങ്ങനെ മതി. ഇങ്ങനെ എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ? 3 ഉണ്ടാവും.
അങ്ങനെയല്ല വാവേ, ഇത് തുറക്കടാ, ഇത് തുറക്ക്, ഇത് ഓപ്പൺ ചെയ്. ഓക്കെ, സ്പൂണുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഫ്രണ്ട് സൈഡ്. വാവ്, ഇഷ്ടപ്പെട്ടോ? എത്ര നോക്കട്ടെ, എത്ര? 1 2 3. ഓക്കെ, ബോട്ടിൽ വെക്കാനുള്ള സ്ഥലമുണ്ട് അല്ലേ? ഓക്കെ, അടുത്ത് മോളെ ഇഷ്ടമല്ല എടുത്തത്, ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. ഓ, യൂണിക്കോൺ അഗെയിൻ. നോക്കട്ടെ. ഓക്കെ, മതി. ഇനി അടുത്തത് കാണിക്കുവാ. ഇറ്റ്സ് ഓക്കെ, അവിടെ വെച്ചോ, കുഴപ്പമില്ല. വട്ടപ്പൊട്ടയോ? ഓക്കെ, വാട്ടർ ബോട്ടിൽ. ഹലോ, തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? ഓക്കെ, നോക്കട്ടെ. എവിടെ കണ്ടില്ല അമ്മ. ഒന്നുകൂടെ എന്താ ചെയ്തേ? ഇങ്ങനെ തുറന്ന് വെള്ളം ഇങ്ങനെ കുടിക്കും. ഓക്കെ, അതല്ലെങ്കിൽ തുറന്നിട്ട് അയ്യോ പിന്നെ ഇങ്ങനെയും കുടിക്കാം. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത്. ഓ, ഇതാര് വാങ്ങിയതാ? നോക്കട്ടെ മമ്മ കാണിച്ചു കൊടുക്കട്ടെ. ഒരു യെല്ലോവും കൂടി എടുത്തിട്ടുണ്ടോ അമ്മ? മമ്മ എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗൈസ്? ബ്രേസ്ലെറ്റ്. വാവ്, പറ്റുമോ അത്? ഇതാരെടുത്തതാ? നെക്സ്റ്റ് നോക്കട്ടെ. മമ്മനെ കൈ തരാം. ഇതെന്താ സാധനം? വാവ്, ഇതാണ് നമ്മുടെ കീ ചെയിൻ. ഓക്കെ, ഇതെന്തിനു വാങ്ങിയതാണ്? ബാഗ് തൂക്കാൻ. പിന്നെ ഈ സാധനം ഇതാരോടാ പറയുന്നത്? ഇത് വീഡിയോയിലെന്നോടാ പറയുന്നത്? ആണോ, ചോദിച്ചാണ്. ഇത് ചുമ്മാ മമ്മ വാങ്ങിയതാ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ 3 എണ്ണം ഉണ്ടല്ലോ, നല്ല പാത്രം. അപ്പോൾ പിന്നെ അമ്മ വാങ്ങിയതാ. ഓക്കെ, ഇനി വേറെ അതിലൊരു 3 എണ്ണം ഉണ്ടല്ലോ, 2 എണ്ണം കൂടി ഉണ്ടല്ലോ, അങ്ങനെ വെച്ചേ. ഓക്കെ, വേഗം അത് തുറക്കണ്ട, മോളവിടെ വെച്ചോ. ഇനി എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞോ? വളയാണോ? വേണ്ട ഒന്ന് കാണിക്കട്ടെ. ഇപ്പൊ തരാ. ഓ, നോക്കട്ടെ. ഓക്കെ, ഞാൻ വാങ്ങിയ സാധനങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ സാധനങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ജുമാട്ടിൽ പോയാൽ മതി. അടുത്ത വീഡിയോക്ക് കാണാം. ബൈ. ഓക്കെ, ബൈ.